ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ SDPI അങ്ങനെ ഓരോന്നും കൃത്യമായി സ്പെസിഫിക്കായി എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ മുതൽ മന്ത്രി അടക്കം എല്ലാവരും LDF കൺവീനർ അതൊരു പൊതു തന്ത്രമായി മാറിയിരിക്കുകയാണ്. BJP ആ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പിന്നെ വസീഫ് പറയുമ്പോഴാണെങ്കിൽ സനോജ് പറയുമ്പോഴാണെങ്കിൽ SDPIന്റെ പേര് എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്. പാർട്ടികൾ പള്ളികൾ മറ്റ് മതസ്ഥാപനങ്ങളിലെല്ലാം SDPI നേരിട്ട്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കാണാത്ത ഒരു ശൈലി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊരു I4I എന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ മുഴുവൻ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്ന് അടുത്തതായി ഏത് ക്യാമ്പിലേക്കാണ്? ദീപക് മലയമ്മ ദീപക് മലയമ്മ സ്ഥാനാർത്ഥി എത്തിയോ? യെസ്, ആ സ്ഥാനാർത്ഥി എത്തി ഇവിടേക്ക് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. സ്ഥാനാർത്ഥിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. തൊട്ടുപിറകിൽ DJ-യുടെ ആ പരിപാടിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തുകയും സ്ഥാനാർത്ഥി പക്ഷേ വെയിൽ നല്ല കനത്തതായതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയെ ഒരു ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കൃഷ്ണകുമാരേട്ടാ അവസാന നിമിഷം കൊട്ടിക്കലാശത്തിലേക്ക് പോവാണ്. ഇവിടെ തണുപ്പ് കൊണ്ടിരുന്നാൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെ, ഇനി 6 മണി വരെ വെയിലത്ത് തന്നെയാണ്. 2 മണി വരെ വെയിലത്തായിരുന്നു. വെയിൽ പ്രശ്നമല്ല. ഇവിടെ ഇരിക്കാൻ പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ റെഡിയാക്കിയിട്ട് വിളിക്കാം. വിശ്രമിക്കാൻ ഉദ്ദേശമില്ല. 23-ന് ശേഷം വിശ്രമം. എങ്ങനെയുണ്ട് ഇവിടെ മൊത്തം ആളുകളെയൊക്കെ കണ്ടപ്പോൾ ആവേശം എവിടെ? ഗംഭീരമല്ലേ. 2 മുന്നണികളെയും കടത്തി വെട്ടുന്ന റോഡ് ഷോ ആയിരിക്കും. ഹൃദയമിടിപ്പ് ആർക്കായിരിക്കും കൂടുക? ഹൃദയമിടിപ്പ് 2 മുന്നണികൾക്കും തന്നെ. എന്തായാലും ആ തരത്തിലാണ് ഹൃദയമിടിപ്പ് ആർക്കാണ് കൂടുക എന്ന് വെച്ചാൽ അതിൽ മറ്റ് 2 മുന്നണികൾക്കും ആണ് എന്നുള്ളതാണ് മറുപടി. നമുക്ക് മറുവശത്തെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. വലിയ ആവേശത്തിലേക്ക് NDA ക്യാമ്പ് ഇതിനോടകം തന്നെ എത്തുന്നു. അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ നിന്ന് വലിയ ആവേശമാണ്. മത്സരം ഇപ്പോൾ യഥാർത്ഥത്തിൽ NDA ക്യാമ്പിലും അതുപോലെ തന്നെ UDF ക്യാമ്പിലുമാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ എന്ന മട്ടിലായിരിക്കും ഡോക്ടർ P. സരിനും LDF-ഉം വരാൻ പോകുന്നത്. കാരണം ഈ മത്സര രംഗത്ത് സജീവമായി ഉണ്ട്. റോഡ് ഷോ നമ്മളിപ്പം കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്താണ് ഇത് കാണുന്നത്. മറ്റൊരു റോഡ് ഷോ ആയിട്ട് കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലായിടത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയി വരാം. അല്ലമീൻ ഉണ്ട് തോന്നുന്നു. അതെ, അല്ലമീനും VS രഞ്ജിത്തും ഒക്കെ തയ്യാറായി. അല്ലമീൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അല്ലമീൻ എവിടെയാണ് നിൽക്കുന്നത്? ആ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്ന ഇടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഒലവക്കോടാണ്. അവിടെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം. ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. UDF-ന്റെ റോഡ് ഷോ അല്പസമയത്തിനകം ഇവിടെ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. പ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പമുള്ള ആളുകളും ഇവിടേക്ക് എത്തുകയും ചെയ്യും. വലിയ പ്രവർത്തക പങ്കാളിത്തം ഇപ്പോൾ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് ഒലവക്കോട് നിന്ന് ഈ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 20 കിലോമീറ്റർ ചുറ്റിയാണ് പിന്നീട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പോകുന്നതും ഈ സമാപന സ്ഥലത്തേക്ക് പോകുന്നതും. ഈ റാലി പോകുമ്പോൾ തന്നെ ഈ റോഡ് ഷോ പോകുന്നതിനിടയിൽ തന്നെ പിഷാരടി കൂടിയും ഈ വാഹനത്തിൽ കയറുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. പിഷാരടിയാണ് ഇന്ന് UDF ക്യാമ്പ് ഈ അവസാന ദിവസം പുറത്തിറക്കുന്ന തുറുപ്പുചീട്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഒക്കെയായി വലിയ നിര ഇതിനോടകം തന്നെ ഉണ്ട്. വലിയ ആഘോഷ തിമിർപ്പിലാണ് ആളുകളൊക്കെയും ഉള്ളത്. എങ്ങനെയുണ്ടൊരു ആഘോഷം വൈബൊക്കെ എങ്ങനെയുണ്ട്? വളരെ ഉഷാറായിട്ട് പോകുന്നു. പാലക്കാട് 10,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കും.